ജർമ്മനിലുള്ള സഭയോട് ചേർന്ന്, പ്രത്യേകിച്ച് ഷാജി പാസ്റ്ററുടെ കുടുംബത്തോടും ചേർന്ന് കർത്താവിനെ ഇങ്ങനെ നൽകിയ ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കുകയും എനിക്ക് ആരോഗ്യം നൽകി തരികയും ഇങ്ങനെ അവസരം ഒരുക്കുകയും ചെയ്ത ദൈവത്തിന് സകല മഹത്വവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവേശുവിൽ വന്ദനം ചെയ്യുന്നു. ഭൗതികമായൊരു ജോലിക്ക് വേണ്ടി ഓരോ സ്ഥലത്ത് കർത്താവ് ഓരോരുത്തരെ കൊണ്ടെത്തി ഡാമിക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷനുകൾ കർത്താവ് ഒരുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകന്മാരെ കർത്താവ് കരുതുകയും ചെയ്യുന്നല്ലോ. സ്തോത്രം. ഇത്രയും പേരെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഏതാണ്ട് 95 ഡിവേഴ്സിൽ നിന്നും ഇതിനകത്ത് ദൈവമക്കളുണ്ട്. ജോലിയിലും ഭവനത്തിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. ലഭ്യമായിട്ടുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ദൈവം എല്ലാവർക്കും നൽകുന്ന സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ലളിത മെസ്സേജ് ഇനി അടുത്ത ഏകദേശം 1 മണിക്കൂർ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ബഹുമാന്യ പാസ്റ്റർ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം ഒത്തിരി സഹായിക്കട്ടെ. വളരെ പരിചയമുള്ളൊരു വാക്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിക്കാൻ വന്ന ബൈബിൾ വാക്യം സങ്കീർത്തനങ്ങളാണ്. 127-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 1-2 വാക്യങ്ങൾ അതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊരു മെസ്സേജ് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 127-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്ന താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഈ വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സങ്കീർത്തനമേ ഉള്ളൂ. എല്ലാ സൺഡേയിലും സാധാരണ സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട്. 52 സൺഡേ നമുക്കൊരു വർഷമുണ്ട്. 52 സൺഡേ 3 വർഷമാകുമ്പോൾ ഏകദേശം 156 സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കണം. സാധാരണ എനിക്ക് തോന്നുന്നു അതിൻ്റെ കണക്കിലായിരിക്കും സാധാരണ നാട്ടിലെ പാസ്റ്റർമാർക്ക് 3 കൊല്ലം കൂടുമ്പോഴാണ് ട്രാൻസ്ഫർ. അത് ഈ സങ്കീർത്തനം വായിച്ച് കഴിയുമ്പോൾ ട്രാൻസ്ഫർ എന്ന കണക്കിലായിരിക്കും 3 എന്ന് ഞാൻ ചിന്തിക്കുന്നത്. 150 സങ്കീർത്തനങ്ങളാണ് നമുക്ക് ആകെയുള്ളത്. 8, 10, 15, 20, 30 വർഷമായിട്ടുള്ള ബിലീവേഴ്സ് ഇതിനെക്കുറിച്ച് ധാരാളം മെസ്സേജുകൾ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും എവരി സൺഡേ സങ്കീർത്തനമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലവട്ടം കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലവട്ടം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതുകൊണ്ട് മെച്ചമില്ലെന്നുള്ളതാണ്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ നമ്മൾ എത്ര സുരക്ഷിതമായി കാത്താലും അതുകൊണ്ട് കാര്യമില്ലെന്നുള്ളതാണ്. എന്നിട്ട് എടുത്തു പറയുന്നത് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. കാരണം അവിടുത്തെ ലൈഫ് ഞാൻ വന്നിട്ടില്ലെങ്കിലും എനിക്കറിയാം. അത്യാവശ്യം ഇന്ത്യക്ക് പുറത്തുള്ള ലൈഫ് വളരെ ബിസി സ്കെഡ്യൂളാണെന്ന് എനിക്കറിയാം. നാട്ടിലെ നമുക്കൊന്ന് സ്മൂത്തായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്, നാട്ടിലെ അത്രയും സുഖകരമായിട്ടുള്ള ഉറക്കമൊന്നും അവിടെ ആയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പലയിടത്ത് പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. അപ്പൊ നമ്മൾ അധികാലത്ത് നന്നോ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്ര. തൻ്റെ പ്രിയനോ അവരത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഉറക്കത്തിൽ കൊടുക്കുന്നെന്ന് പറഞ്ഞ അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഉറക്കം കൊടുക്കുന്നെന്ന്. തൻ്റെ പ്രിയനോ ഉറക്കം കൊടുക്കുന്നെന്നാണ്. യഥാർത്ഥത്തിൽ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നുള്ളതല്ല, ഉറക്കം കൊടുക്കുന്നെന്നാണ്. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നതും ഉറക്കം കൊടുക്കുന്നതും എന്നതിൽ വളരെ വ്യത്യാസമുണ്ട്. ഉറക്കം, നല്ല ബെഡിൽ കിടന്നിട്ട് ഉറങ്ങാത്ത എത്ര പേരുണ്ടെന്നറിയാം? നല്ല ബെഡിൽ കിടന്നിട്ട് ഉറങ്ങാത്ത എത്ര പേരുണ്ടെന്നറിയാം? സമാധാനമില്ലാത്ത എത്ര പേരുണ്ടെന്നറിയാം? ഞാൻ കുറച്ച് പ്രാക്ടിക്കലി പ്രസംഗിക്കുന്ന പാസ്റ്ററാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു മെസ്സേജ് എക്സ്പെക്ട് ചെയ്യാവൂ. ചില സമയങ്ങളിൽ കർത്താവ് നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് തരും. ചിലപ്പോൾ റിവൈവൽ മെസ്സേജ് കർത്താവിന്റെ ഗൈഡൻസിൽ നമ്മൾ നിൽക്കുക. ഇന്ന് രാത്രി ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ഗൈഡൻസ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഈ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ന്യൂ കമ്മേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് കാണും. ഇങ്ങനെ സ്ട്രെസ് ഉള്ള, പെയിനുള്ള ധാരാളം പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരുപക്ഷെ ഈ മെസ്സേജ് ഒരു മോട്ടിവേഷൻ ആയിട്ടോ ഒരു സമാധാനമായിട്ടോ ഒക്കെ ആയിരിക്കും. ഉറക്കമില്ലാത്ത ധാരാളം പേരുണ്ട് ഈ ലോകത്തിൽ, ഉറക്കമില്ലാത്തവർ.
പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിക്കാത്തവർ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തവർ. എന്നാൽ ഇവിടെ പറയുന്നു തന്റെ പ്രിയനോ അവൻ ഉറക്കത്തെ കൊടുക്കുന്നു. എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നന്നായിട്ട് ഉറങ്ങാൻ പറ്റണമെങ്കിലുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നെന്ന്. ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും, നല്ല ഡീപ് സ്ലീപ്പ്, നല്ലപോലെ ഉറങ്ങും. അതിന്റെ കാരണം നീയല്ലോ യഹോവ എനിക്ക് എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നെന്ന്. അപ്പൊ ഭയമില്ലാത്ത അവസ്ഥ എങ്ങനെയാണെന്നറിയോ? ഭയമില്ലാത്ത അവസ്ഥ, നല്ല ഉറക്കം ഉണ്ടാകണമെങ്കിൽ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും ആകുലതയില്ലാതിരിക്കണം. ലിസൺ, തലമുറകളെ കുറിച്ച് ചിന്തിച്ചാൽ ആകുലതയില്ല, ഓക്കെ കുഴപ്പമില്ല, ഓക്കെ കുഴപ്പമില്ല. ഇനി ജോലിയെ കുറിച്ച് ചിന്തിച്ചാൽ കുഴപ്പമില്ല, ആകുലതയില്ല, സ്തോത്രം. വീടിനെ കുറിച്ച് ചിന്തിച്ചാൽ കുഴപ്പമില്ല, ആരോഗ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ രാത്രിയിൽ ഒന്നുറങ്ങി ഉണരുമ്പോൾ ഏതിലേകൂടെങ്കിലും മനസ്സൊന്ന് പാളിയാൽ, ഇങ്ങനെ മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയാൽ, ചെല്ലുന്ന മേഖലയിലൊക്കെ ഒരു പീസ് ഓഫ് മൈൻഡ് അനുഭവിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല ഉറക്കം വരും, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. സ്തോത്രം. അത് നമുക്ക് തരുന്നത് തമ്പുരാനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ചിന്തയിലേക്ക് വേഗം ഓടി വരാം. ദൈവം പണിയപ്പെടുന്ന ഭവനം, അത് ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും, അനുഗ്രഹമായിരിക്കും. പണിയാൻ അവസരം കൊടുത്താൽ, ദൈവം നമ്മളെ സൂക്ഷിച്ചാൽ. ഞാൻ ഒരിക്കല് ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഈ അമേരിക്കയുടെ 34ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോൺ എഫ് കെനഡി. നിങ്ങൾക്കറിയാം, 34ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ എയർപോർട്ട് അദ്ദേഹത്തിന്റെ പേരില്ല, JF കെനഡി എയർപോർട്ടാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ എയർപോർട്ടുകൾ ഒന്നാണ് ന്യൂയോർക്കിലെ എയർപോർട്ടാണ്. 100 വർഷം പഴക്കമുണ്ട്. 100 വർഷം പഴക്കമുള്ള എയർപോർട്ടിനോളം തുല്യമായ എയർപോർട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ ഇപ്പൊ ന്യൂ ആയിട്ട് പണിത ഒത്തിരി ബിൽഡിങ്സ് ഉണ്ടെങ്കിലും അത്രത്തോളം പഴക്കമുള്ള, അത്രത്തോളം ഡെവലപ്പ് ആയിട്ടുള്ളതില്ല. അത്ര മനോഹരമായ ഒരു നല്ല എയർപോർട്ടാണ് JF കെനഡി എയർപോർട്ട് ന്യൂയോർക്കിൽ. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചു. ഒരു കൊച്ചു ചരിത്രം. അദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ ഡാളസിൽ ഒരു റാലി ഉണ്ട്. ആ റാലിക്ക് പോകാൻ വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്യുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് മീഡിയാസ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് രാവിലെ JF കെനഡി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ വസതിയിൽ വന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് ജാക്ലിൻ എന്ന പേര് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവസാനമായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഞാൻ ഈ റീസെന്റ് വായിച്ചൊരു പുസ്തകത്തിലെ കാര്യമാണ്. അപ്പൊ അതിനകത്ത് ചോദിച്ചു, മഹദി എങ്ങനെയുണ്ട് അങ്ങയുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം, അല്ലെങ്കിൽ അങ്ങയെക്കുറിച്ച് അങ്ങ് എന്ത് മനസ്സിലാക്കുന്നു? അവര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അമേരിക്കയിലെ എന്നുള്ളതല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു വനിതയാണ് ഞാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു വനിതയാണ് ഞാൻ. അത് ആണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടുത്തെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്ത് അവർ ഒരുമിച്ച് വാഷിംഗ്ടൺ DC അവർ ഫ്ലൈ ചെയ്ത് ഡാളസിൽ വന്നു. ഡാളസിലെ ജോൺ കൊനാൽ എന്ന് പറയുന്ന അന്നത്തെ ഗവർണറുമായി ചേർന്ന് ഒരു റാലി ഉണ്ടായിരുന്നു അവിടെ ഈ ഡാളസിൽ വെച്ചിട്ട്, ടെക്സസിൽ ഡാളസിൽ വെച്ചിട്ട്. ആ റാലിയിൽ അവർ 12:30-ക്കാണ് ഒരു ആക്രമി അദ്ദേഹത്തെ വെടിവെക്കുന്നത്. 12:30-ക്കാണ് ജോൺ കെനഡി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചു പോകുന്നത്. ആ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, സമയം ഉച്ചയ്ക്ക് ഏകദേശം 12:30 അദ്ദേഹം മരിച്ചു പോകുന്നത്. സിമ്പിൾ കാര്യമാണ്, ഒരു ലളിതമായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള കാറുകളാണ്. അവരുടെ ഡ്രസ് എന്ന് പറയുന്നത് വെടിയുണ്ട കേൾക്കാത്ത അല്ലെങ്കിൽ പതിയാത്ത ഡ്രസ്സാണ്. പക്ഷെ എങ്ങനെയോ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊണ്ട് അദ്ദേഹം മരിച്ചു. ആ തുറന്ന അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, അന്നത്തെ ഗവർണർ ആയിരിക്കുന്ന അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ വൈഫുണ്ട്. പക്ഷെ വെടി കൊണ്ടത് ഈ പ്രസിഡന്റ് മാത്രമല്ല. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി ഡോക്ടർമാർ അമേരിക്കയിലെയോ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അദ്ദേഹം മരിച്ചു. സ്തോത്രം. പക്ഷെ പത്രക്കാർ അന്ന് വൈകിട്ട് വിട്ടില്ല. പത്രക്കാര് അന്ന് വൈകിട്ട് ഈ ഇദ്ദേഹത്തോട്, ജാക്ലിൻ എന്ന് പറയുന്ന 34ാമത്തെ വയസ്സിൽ വിധവയായിട്ടുള്ള ആ പ്രഥമ വനിതയോട് ചോദിച്ചു പോലും, ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്, അങ്ങയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഒരു പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർഭാഗ്യവതിയായ ഒരു വനിതയാണ്. നിങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസമുള്ളൂ. രാവിലെ 9:30 എങ്ങാണ്ടാണ് ആക്ച്വലി സംസാരം ഉണ്ടാകുന്നത്. 9 o'clock എങ്ങാണ്ടാണ് ഒന്ന് രാവിലത്തെ ഇന്റർവ്യൂ നടക്കുന്നത്. അന്ന് രാത്രിക്ക് മുമ്പ് ഈ സെക്കൻഡ് ഇന്റർവ്യൂ നടക്കുമ്പോൾ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എത്ര പെട്ടെന്ന് കണ്ടോ അന്തരീക്ഷം മാറുന്നത് കണ്ടോ. സ്തോത്രം. അത് വെക്കട്ടെ. ഞാൻ പറയാമെന്നത്, പിറ്റേ ദിവസം സെനറ്റിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. സെനറ്റിൽ ഒരു പ്രസംഗം അദ്ദേഹത്തിനുണ്ട്. ആ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം ഒരു പ്രസംഗം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു കുറിപ്പടി ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നെന്നാണ്. ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്. ആ കുറിപ്പടി ഈ ജോൺ എഫ് കെനഡി എന്ന് പറയുന്ന ആ പ്രസിഡന്റിന്റെ പോക്കറ്റിൽ എവിടെയോ കിടന്നൊരു കുറിപ്പടി പിറ്റേ ദിവസം സെനറ്റിൽ പ്രസംഗിക്കാനുള്ളതായിരുന്നു. ആ പ്രസംഗത്തിന്റെ
ഹെഡിങ് ആയിട്ട് അദ്ദേഹം കൊടുത്തിരുന്ന വാക്ക് ഇതാണ്: ദൈവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആർക്കും ആരെയും സൂക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവം കരുതുന്നില്ലെങ്കിൽ ആർക്കുമായിട്ട് കരുതാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോ പിറ്റേ ദിവസം പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം കരുതി വെച്ചിരുന്ന പ്രസംഗത്തിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിരുന്ന പദമാണ്. അത് തലേ ദിവസം അദ്ദേഹത്തിന്റെ ലൈഫിൽ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാല് നിസ്സാരമായ കാര്യമല്ല. ഏറ്റവും ടോപ്പസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ രാജ്യത്തെ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അതിന്റെ പ്രധാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ എത്ര പെട്ടെന്നാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. പ്രിയരെ, സംരക്ഷണവും കരുതലും ദൈവത്തോളം തുല്യമായി ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും സ്മൂത്തായി, ഏറ്റവും സേഫായി പാർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭവനം പണിയാൻ കർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ സാധു കുടുംബത്തിലെ അംഗമാണ് കേട്ടോ. ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു. ഏലപ്പാറയായിരുന്നു എൻ്റെ സ്ഥലം. എൻ്റെ ഫാദറൊക്കെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. എൻ്റെ അമ്മ ഒരു നല്ല ആസ്മ പേഷ്യന്റ്. ഞാൻ 5 രൂപ ശമ്പളത്തിലൊക്കെ കൂലിപ്പണിക്ക് പോയിട്ടുള്ളതാണ്. 5 രൂപ ശമ്പളത്തിലൊക്കെ കൂലിപ്പണിക്ക് പോവുകയും ആദിവാസികൾക്ക് വേണ്ടി ഞങ്ങളുടെ കുവൈറ്റിലെ കുറെ സാറുമാർ അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സ് ഇട്ട് മുളക്കുണ്ട് ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരൻ. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവരുടെ മുടിയൊക്കെ വെട്ടിയാണ് ഞാൻ എണ്ണയും സോപ്പൊക്കെ മേടിച്ചിട്ടുള്ളത്. എന്റെ ഒരു അനുഭവം പറയും. ഞങ്ങളുടെ വീട്ടിലെ 3 വാക്യ ബോർഡ് ഉണ്ടായിരുന്നു. ഈ തകരത്തിലുള്ള പണ്ടത്തെ 3 വാക്യ ബോർഡ്. അതിനകത്ത് ഒന്ന് ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഏലപ്പാറയ്ക്കടുത്ത് ഖെലിബറിയ എന്ന് പറയുന്ന ഒരു ചെറിയ ടീ എസ്റ്റേറ്റിനകത്തോ ഒരു ചെറിയ തേയിലത്തോട്ടത്തിനകത്തുള്ള ലയോ എന്ന് അതിന് പറയുന്നു. അപ്പൊ അതിനകത്ത് എന്റെ അമ്മ എവിടെയോ കൺവെൻഷന് പോയപ്പോ മേടിച്ചോണ്ട് വന്ന 3 വാക്യ ബോർഡാണ്. തകരത്തിലാണ്. ഇന്നിപ്പോ അങ്ങനത്തെ വാക്യ ബോർഡുകളില്ല. ഇന്നിപ്പം ഫൈബറും വേറെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. പക്ഷെ തകരത്തില് സത്യം പറഞ്ഞ എന്റെ ഫാദർ നല്ല കുടിയനായതുകൊണ്ട് എനിക്കറിയാം ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നുള്ളത് ചുമ്മാ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് ഒരു വെച്ചമില്ല. അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നു. നിന്റെ ചട്ടങ്ങൾ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകും. എന്റെ അമ്മയുടെ ഒരു കൊതി കൊണ്ട് എഴുതി വെച്ചായിരിക്കും. പക്ഷെ ഇല്ല, പൂരപ്പാട്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കീർത്തനങ്ങളൊക്കെ. ഫാദറായിരുന്നു. അദ്ദേഹം വന്നാലേ നന്നായിട്ട് കുടിച്ചിട്ട് ഈ റേഡിയോ ആണ് അന്നത്തത്. ആ റേഡിയോ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അത് തിരികെ അതിങ്ങനെ ട്യൂൺ ചെയ്ത് ആർക്കും കേൾക്കാത്ത, ആർക്കും കിട്ടാത്ത സ്റ്റേഷൻ പിടിക്കും. എന്നിട്ട് അത് ഏത് ഭാഷയാണെന്നാലും കുഴപ്പമില്ല, പുതിയ സ്റ്റേഷൻ ആയിരിക്കണം. അതിങ്ങനെ വെച്ച് ഇങ്ങനെ കത്തിക്കും. ഭയങ്കര ഓളിയത്തിലെ വെക്കും. അപ്പൊ ആരെങ്കിലും അമ്മച്ചി വല്ല ചോദിക്കുകയാണെങ്കിൽ അതിനെ ചൊല്ലി ഉണക്കും. ഈ വാക്യങ്ങൾ പലതും ഉണ്ടെങ്കിലും റിയാലിറ്റിയിലല്ലായിരുന്നു. സ്തോത്രം. അപ്പൊ നമ്മുടെ വീട് പണിയാനും നമ്മുടെ നായകനായിട്ടൊക്കെ കർത്താവിനെ കാണുന്നെങ്കിലും പരമാർത്ഥം വളരെ ഡിഫറൻറ്റ്. നമ്മൾ കൊടുത്തിട്ടില്ല ഇപ്പോഴും. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ആശങ്കകൾ മാറും. സ്തോത്രം. നമ്മുടെ ആകുലതകൾ മാറും. പ്രൈസ് ഗോഡ്. നമ്മൾ സ്വസ്ഥതയിലോട്ട് വരും. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട പ്രസംഗങ്ങൾ വെച്ച് അത്ര മെച്ചം പറയുന്ന പ്രസംഗം ആയിരിക്കത്തില്ല. കെ ജെ തോമസ് പാസ്റ്റർ വളരെ പവർഫുൾ പ്രീച്ചറാണ്. അതുപോലെ സാം പാസ്റ്റർ ഒക്കെ വളരെ പവർഫുൾ പ്രീച്ചറാണ്. ഓക്കെ. അപ്പൊ അതുമായിട്ട് അത്ര ഈ തുല്യം നിൽക്കുന്ന സാധനമൊന്നും അല്ലെങ്കിൽ പരമാർത്ഥം പറയട്ടെ, പല കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ തികയുന്നില്ല. അതിനേക്കാളൊക്കെ സമാധാനം അനുഭവിച്ച ധാരാളം പേര് നാട്ടിൽ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനത്തിന്റെ റെസ്പോൺസിബിലിറ്റി, കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും കർത്താവിന് എന്ന് കൊടുക്കാനായിട്ട് പറ്റിയാൽ ആ ഭവനം ഏറ്റവും അനുഗ്രഹമായിരിക്കും. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്ന എന്ന് പറഞ്ഞാല് ഉറക്കം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഉറക്കത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ കർത്താവ് ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കും. ഏലിയാവ് ഒരിക്കലും ഭക്ഷണത്തെ കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടില്ല. കാരണം പുള്ളി അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ സമയത്ത് കാക്ക വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാക്ക വരുന്നുണ്ടോ, ഗ്ലോറി വിക്ടറി ഒന്നും പറയേണ്ട വന്നിട്ടില്ല. പുള്ളിക്കാരന്റെ പ്രോപ്പർ ചാനൽ ആയതുകൊണ്ട് കാക്ക വന്നു. സമയത്ത് കാക്ക വരും, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ അയാൾക്ക് വശക്കുന്ന സമയത്തൊക്കെ കാക്ക വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ഒരു പാത്രത്തിനകത്ത് ഒരു ശകല മാവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരപ്പത്തിന്റെ മാവെന്ന് അവിടെ പറയും. ഒരപ്പത്തിന്റെ മാവാണ്. പക്ഷെ ആ ഒരപ്പത്തിന്റെ മാവ് കോരുമ്പോൾ വീണ്ടും ഒരപ്പത്തിന്റെ മാവ് വരും. അത് കോരുമ്പോൾ വീണ്ടും ഒരപ്പത്തിന്റെ മാവ് വരും. ഒത്തിരി ഒന്നുമില്ല. ഒത്തിരി ഉണ്ടെങ്കിൽ കോരി അടുത്ത ആൾക്കാർ കൊടുക്കും. ക്ഷാമം ആയതുകൊണ്ട് ആ ക്ഷാമത്തിന്റെ പിമ്പിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നടക്കണം. അതുകൊണ്ട് ക്ഷാമം ഉണ്ടാകും എന്നുള്ള ചിന്ത ഇവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കർത്താവ് ചിന്തിക്കുന്നത് ഒരപ്പത്തിന്റെ മാവ് എപ്പോഴും അവിടെ ഇട്ടേക്കും. അത് പ്രോപ്പർ ചാനലാണെങ്കിൽ ഇങ്ങനെ ആ ഒരപ്പം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പോ എല്ലാ ചുമതലകളും എല്ലാ ഭാരങ്ങളും പൂർണ്ണ ഏൽപ്പിക്കാൻ പറ്റിയ എന്റെ പ്രിയരെ എത്ര സ്മൂത്ത് ആയിരിക്കും ലൈഫ് എന്നറിയാമോ? സമാധാനമായി കിടന്നുറങ്ങും, സ്വസ്ഥമായി കിടക്കും. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നത് മാത്രം
ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ് അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നന്മ അനുഭവിച്ചത് കോവിഡ് കാലത്തായിരുന്നു. ഞാൻ കോവിഡ് പാസ്റ്ററാണ്. എന്നെ കോവിഡ് പാസ്റ്റർ എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. കാരണം ഞാൻ ഏറ്റവും അധികം കോവിഡ് ബാധിച്ച് കൂടുതൽ സമയം ഹോസ്പിറ്റലിൽ കിടന്നൊരു പാസ്റ്ററാണ്. UK ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഷാരോന്റെ. ആ കോൺഫറൻസിൽ വന്ന സമയത്ത് എനിക്ക് കോവിഡ് പിടിക്കുന്നത്, ഞാൻ അങ്ങനെ വന്നൊരു 45 days ഹോസ്പിറ്റലിൽ കിടന്നാണ്. അപ്പൊ മരിച്ചു എന്നൊക്കെ എല്ലാവരും പറഞ്ഞ, പക്ഷെ മരിച്ചു പോയില്ല, കർത്താവ് മടക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞങ്ങൾക്ക് വീട്ടിൽ 1.5 വർഷം വീട്ടിലായിരുന്നു. എന്റെ പ്രിയരെ, ഞാൻ ഹൃദയം തുറന്ന് പറയാണ്, സഭായോഗമില്ല, ചർച്ചില്ല, പ്രസംഗമില്ല, സൂം മീറ്റിംഗ് ഉണ്ടെങ്കിലും സൂം ഈ തമ്മിൽ കാഴ്ച മാത്രമേ ഉള്ളൂ, കൊടുക്ക വാങ്ങലില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംവിധാനം വരുന്ന കാലഘട്ടം. സ്തോത്രം. പക്ഷേ ഏറ്റവും കൂടുതൽ നന്മകൾ പ്രാപിച്ചിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടമാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും ഹല്ലേലൂയ, നമ്മൾ വിശ്രമിക്കുമ്പോഴും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നു. കാരണം ഫുൾ റെസ്പോൺസിബിലിറ്റി കർത്താവിനെ കൊടുത്തിരുന്നു. അതുകൊണ്ട് എന്റെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ഭാരമെല്ലാം ഒന്ന് മാറ്റിവെച്ച് പൂർണ്ണമായി കർത്താവിനെ നിങ്ങളുടെ ഭവനം ഏൽപ്പിക്കാമോ, പുളി ഒന്ന് ഏൽപ്പിക്കാമോ? അങ്ങനെ കൊടുത്താൽ വളരെ ബ്ലെസ്സിങ് ആയിരിക്കും, അനുഗ്രഹമായിരിക്കും. ഞാൻ ഒരു കൊച്ചു എക്സാമ്പിൾ പറയാം. തന്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഞാൻ ഒരാളെ കുറിച്ച് മാത്രം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിചയമുള്ള വാക്യമാണ്. നമുക്കൊന്ന് എടുക്കാമോ? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷമാണ്. വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. 11-ാം അധ്യായത്തിലെ ഒരു വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം എന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് വളരെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു വാക്യം എന്നെ ഞെട്ടിച്ചു. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മൾ കൂടെ വായിക്കുന്ന വേദവാഹമാണ്. എന്നാലും ചില സമയത്തൊക്കെ ചില വാക്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കും, ഭയങ്കരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. അതിന്റെ 3-ാമത്തെ വാക്യമാണ്. ഞാൻ ഒന്നോട്ട് വായിക്കാം. മറിയുടെയും അവരുടെ സഹോദരി മാർത്തയുടെ ഗ്രാമമായ ബഥാനിൽ ലാസർ എന്നൊരുത്ത് ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുളച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ഇനി അടുത്ത വാക്യം നോക്കുക, എന്നെ ഞെട്ടിച്ച വാക്യമാ. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നറിയിച്ചു. നിനക്ക് പ്രിയനായവൻ, ആ വാക്ക് ഞാൻ സത്യം പറഞ്ഞ ലാസറിനെ കുറിച്ച് ഇന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ലാസറിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് പ്രസംഗിച്ചേക്കുന്നത്. സ്തോത്രം. 3 പേരുണ്ട് അവർ വീട്ടിൽ, മാർത്ത, മറിയ, ലാസർ. മാർത്തയെ കുറിച്ച് ഞാൻ പറഞ്ഞേക്കുന്നത്, മാർത്ത മെസ്സേജ് കേൾക്കും, വിശ്വസിക്കത്തില്ല എന്നുള്ളതാണ്. കേൾക്കും, വിശ്വസിക്കത്തില്ല. എന്നാൽ മറിയ കേൾക്കുകയും ചെയ്യും, വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ. എന്നാൽ ലാസർ കേൾക്കത്തുമില്ല, വിശ്വസിക്കത്തുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞിടയ്ക്ക് ഈ വാക്യം എന്നെ അത്ഭുതപ്പെടുത്തി. പേര് പറയാതെ സഹോദരിമാർ ആളെ പറഞ്ഞേച്ച് ഇത് പറയാം, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. പേര് പറഞ്ഞില്ല, എന്നിട്ട് നിർത്താനും മനസ്സിലായല്ലോ ലാസറാണെന്ന്. പേര് പറയാതെ തന്നെ മനസ്സിലായല്ലോ അത് ലാസറാണ്. മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. ഈ മാർത്തയുടെ സഹോദരി മാർത്തയും മറിയയും ആളയച്ചിട്ട് അവര് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കും ബ്രദറാണെന്ന്. പക്ഷെ അങ്ങനല്ല, അവര് ആളയച്ചിട്ട് പറയാ, ഗുരുവിന് പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ലാസറാന്ന് മനസ്സിലായല്ലോ, പേര് പറയാതെ തന്നെ. സ്തോത്രം. ആയിരക്കണക്കിന് ആൾക്കാരെ കാണുന്നല്ലോ തമ്പുരാൻ. ആയിരക്കണക്കിനാണോ, എത്രയോ പേരെ കാണുന്നത്. ആ അത്രയും പേരെ പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ലാസർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ദൈവം, അല്ലെങ്കിൽ ലാസർ ദൈവത്തിന്റെ അടുക്കൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എത്ര ഭയങ്കര. സ്തോത്രം. എന്റെ കൂടെ നിങ്ങളുണ്ടോ? എത്ര നിനക്ക് പ്രിയനായവൻ. ഇപ്പൊ പാസ്റ്റർ ഷൈജു പാസ്റ്റർ അവിടെ ഇപ്പൊ നല്ല ക്രൗഡുള്ള ചർച്ച, 150 പേര് ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇപ്പൊ ക്രൗഡുള്ള ചർച്ച അറ്റ്ലീസ്റ്റ് 150 പേരെങ്കിലും ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് പാസ്റ്റർ പറയാം, പാസ്റ്റർക്ക് പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ആരെ തക്കും? പാസ്റ്റർക്ക് എല്ലാവരും പ്രിയന്മാരാണ്, എല്ലാവരും പ്രിയന്മാരാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അങ്ങനെയല്ല. യേശുവിടെ പറയണം, നിനക്ക് പ്രിയനായവൻ സുഖമില്ലാതെ ദീനമേ കിടക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അത് ലാസറാണെന്ന് മനസ്സിലാക്കാൻ താമസമൊന്നും വന്നില്ല. അതിന് കാരണം അത്രയ്ക്ക് സ്വാധീനം ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസറുമായി, യേശുവുമായി ലാസറിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറത്താണ് ഈ മനുഷ്യൻ ഉണ്ടാക്കിയൊരു റേഞ്ച് എന്ന് പറയുന്നത്. എന്റെ പ്രിയരെ, പ്രിയനായവനുമായി, അല്ലെങ്കിൽ പ്രിയനെന്ന് പറയത്തക്ക നിലയിൽ ഒരു അഭേദ്യമായ ബന്ധം നമ്മുടെ അകത്തോട്ട് തമ്പുരാനുമായിട്ട് ഉണ്ടായാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ അത്ഭുതങ്ങൾ എന്റെയും നിന്റെയും കൂടാരത്തിൽ സംഭവിക്കും. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ഇന്റിമസി, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ്, ഒരു ആഴമേറിയ ബന്ധം, ഒരു ഡീപ്പ് റിലേഷൻ.
പരിശുദ്ധാത്മാവുമായി യേശുവുമായുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് വന്നാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, അത്ഭുതങ്ങളാൽ നിറയ്ക്കും. എസ്പെഷ്യലി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. 3.5 കൊല്ലം കൊണ്ടോ 1-2 കൊല്ലം കൊണ്ട് യേശുവുമായി ലാസർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വാധീനം, ഒരു ഇൻഫ്ലുവൻസിൽ അവന്റെ പെങ്ങന്മാര് പറയുന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, നിനക്ക് പ്രിയനായവൻ കിടക്കുന്നു, പ്രിയനാണ്, നിന്റെ പ്രിയനാണ്, അത് ലാസറാണെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലാക്കാൻ അത്രയ്ക്ക് കണക്ഷൻ അവിടെ ഉണ്ടായി. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, പ്രിയനായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ദൈവമായിട്ട്, ദൈവത്തോട് ചേർന്നുള്ള ബന്ധത്തിൽ? എന്റെ പ്രിയനാണ് ഷൈജു പാസ്റ്റർ, എന്റെ പ്രിയനാണ് മാർട്ടിൻ പാസ്റ്റർ, എന്റെ പ്രിയനാണ് റോബിൻ, എന്റെ പ്രിയനാണ് റിജോ, എന്റെ പ്രിയനാണ് സ്തോത്രം. ഓരോരുത്തരെ അത്തലത്തിൽ എന്റെ എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യത്തക്ക നിലയിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ അകത്തുണ്ടായാൽ അത് എത്ര ഉന്നതമാണ്, അത് എത്ര അനുഗ്രഹമാണ്. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ, പണ്ട് കാലത്ത് ഈ എന്റെ കൂടെ നിങ്ങളുണ്ടല്ലോ അല്ലേ, പണ്ട് കാലത്തൊക്കെ ഈ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭയങ്കര സ്വാധീനമായിരുന്നു പണ്ട് കാലത്തെ ആൾക്കാർക്ക് ദൈവമായിട്ടുണ്ടായിരുന്നത്. എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ദാസനാണ് എലയാസ്, അബ്രഹാമിന്റെ വേലക്കാരനാണ്. അയാള് റിബേക്കയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന പറയുന്നുണ്ട്, ോടുള്ള എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത ഇതുവരെ കുറഞ്ഞിട്ടില്ല, എന്റെ ദൈവം എന്നെ കൃത്യസ്ഥലത്ത് കൊണ്ടുവന്നല്ലോ. എന്റെ കൂടെ നിങ്ങളുണ്ടോ? വാക്ക് നിങ്ങൾ കേട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ യജമാനായ എന്റെ അബ്രഹാമിനുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഇതുവരെ മാറ്റം വന്നില്ല. ദൈവം എന്നെ എന്റെ യജമാനന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ടുപോയത് ഗൂഗിൾ മാപ്പ് അല്ല, അയാൾ എടുത്തു പറയുക, എന്നെ ദൈവം കൊണ്ടുവന്നല്ലോ. അബ്രഹാമിന്റെ ദാസനാണ്, പക്ഷെ ഗൈഡൻസ് ദൈവത്തിൻ്റെതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, നമ്മളേക്ക് കൊണ്ടുവന്ന ഗൂഗിൾ മാപ്പ് ഒക്കെയാണ് അല്ലെ നമ്മളേക്ക് കൊണ്ടുപോകുമ്പോൾ. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ പലയിടത്ത് പോകുമ്പോഴും ഈ സാധനത്തിലേക്ക് വഴിതെറ്റി പോകും. ഇത് ഉണ്ടായിട്ട് പോലും വഴിതെറ്റി പോകുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ജംഗ്ഷന് വന്ന് തമ്പുരാൻ പറഞ്ഞു ടേൺ ലെഫ്റ്റ്, ഓക്കെ, ടേൺ റൈറ്റ്, ഓക്കെ, ഗോ സ്ട്രൈറ്റ്, ഓക്കെ, തിരിഞ്ഞ് തമ്പുരാൻ പറയുക. നമ്മള് അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ സംസാരം കേട്ടിട്ട് എത്ര കാലമായെന്നറിയാമോ? ദൈവം നമ്മോട് ഇടപെട്ടിട്ട് എത്ര നാൾ? ഞാൻ ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ, നിങ്ങള് എനിക്കറിയത്തില്ല എങ്ങനെ കാണുന്നുണ്ട്, എന്നാലും ചോദിക്കുക. കർത്താവ് നമ്മോട് സംസാരിച്ചെന്നൊക്കെ നമ്മളിങ്ങനെ ഭംഗിവാക്ക് പറയുന്നില്ലാതെ സത്യത്തിൽ നമ്മളോട് സംസാരിച്ചിട്ട് എത്ര നാളായി? ദൈവം സംസാരിച്ചിട്ട് എത്ര നാളായി? പറയാൻ പറ്റുമോ അഭിമാനത്തോടെ? വരുന്ന സൺഡേ സാക്ഷ്യത്തിന് എന്റെ പ്രിയരെ, കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന മുറിയിൽ തമ്പുരാൻ ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് സംസാരിച്ചു, മകളെ, അശരീരിയുടെ കാര്യമല്ല പറഞ്ഞ്, വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ട് എത്ര നാളായി? അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടായിട്ട് എത്ര നാളായി? സ്തോത്രം. ഇത് ഒരാൾ ചോദിക്കുവാണേ, ഞാൻ പോണോ? തമ്പുരാൻ പറഞ്ഞു നോ, പോകണ്ട. ആരെ ചോദിച്ചേ? ബിലയാമ ചോദിച്ചേ. തമ്പുരാൻ ഉടനെ പറയാണ് നോ. അപ്പൊ എന്തോ മനസ്സിലായി, ഈ ആൾ ആരാണെന്നും അയാളുടെ ചോദ്യം എന്തിനാണെന്നും തമ്പുരാനെ മനസ്സിലാക്കിയിട്ട് ഉടനെ ആൻസർ നോ. അവരുടെ പുള്ളി വെയിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഞാൻ പോണോ? തമ്പുരാൻ പറഞ്ഞു നോ. അപ്പൊ പോണോ എന്നുള്ള ചോദ്യം മേളിലെത്തി, നോ എന്ന ആൻസർ താഴെ വന്നു. രണ്ടുപേർക്ക് മനസ്സിലായി. തമ്പുരാന് മനസ്സിലായി, ബിലയാമ. ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? സൗണ്ട്. സ്തോത്രം സ്തോത്രം. പോണോ? ബിലയാമാണല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ സൗണ്ട് വരെ കർത്താവിന് ഭയങ്കര സെൻസിറ്റീവാ. കർത്താവിന് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ ലിജു എന്നാണ്. ലിജുവിനെ ഞാൻ കൺവെൻഷനൊക്കെ പ്രസംഗിച്ചിട്ട് വരുമ്പോൾ രാത്രിയൊക്കെ 12:30 1 മണിയൊക്കെ ചില സമയങ്ങളിലൊക്കെ ആകാറുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കോളിംഗ് ബെല്ലിൽ അടിക്കുമ്പോൾ അവള് അകത്ത് ചോദിക്കും, ആരാ? സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണോ? ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ ഏലപ്പാറ പഞ്ചായത്തിൽ ഹെലിബ്രിയക്കരയിൽ ശ്രീമാൻ രാജുവിന്റെയും ശ്രീമതി കുഞ്ഞുമോളുടെയും 2ാമത്തെ മകൻ അനീഷ് എന്നൊന്നും പറയണ്ട അവള് വാതിൽ തുറക്കാൻ. ഞാന് ഇവൾ അകത്തുനിന്ന് ചോദിക്കും, ആരാത്? അപ്പൊ ഞാൻ വെളിയെന്ന് പറയും, ഞാനാന്ന് പറഞ്ഞ അന്നേരം ഇങ്ങനെ ഡോറ് സഡൻ അച്ഛനാണോ പെട്ടെന്ന് തുറക്കും. അതിന്റെ കാരണം 18 വർഷമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനാന്ന്. ഈ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് അവർക്കറിയാം ഇത് പതുങ്ങിയ സൗണ്ടാണ്, ഒരു പാറ ചരിട്ടിട്ട് ഉറയ്ക്കുന്ന സൗണ്ടാണ്, ഇത് അച്ചാച്ചന്റെ. അവർക്കറിയാം സ്ഥിര പരിചയത്തിന് ശബ്ദ ബന്ധം ഉണ്ടെന്നാ. എന്റെ കൂടെ നിങ്ങളുണ്ടോ? സ്ഥിര പരിചയത്തിന് ശബ്ദ ബന്ധമുണ്ട്. അപ്പൊ നമ്മളൊക്കെ പറയുമ്പോ ഇത് തമ്പുരാന് നമ്മളാന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂടെ ബന്ധം വേണം. നമ്മുടെ ബന്ധം എന്നൊക്കെ പറയുന്നത് പ്രശ്നം വരുമ്പോൾ മാത്രമുള്ള കണക്ഷനാണ് നമുക്കുള്ളത്. പ്രശ്നം വരുമ്പോൾ ഓടിച്ച ഒരൊറ്റ കരച്ചില്ല, പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോഴേ കരച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ വളരെ പാടാ. ഈ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഫോൺ വിളിക്കത്തില്ലയോ? ചില ആൾക്കാർ ഞങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും, ആരാന്നറിയാമോ? അപ്പൊ നമുക്ക് പിടികിട്ടത്തില്ല. അപ്പൊ അവർ നമ്മളെ കളിപ്പിക്കും, പറ ആരാന്ന് പറ. ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ട അല്ലയോ? ഇത് സ്ഥിരമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആണ്ടിലും ചക്രാന്തിലും വിളിച്ചിട്ട് പറ ആരാന്ന്
പറഞ്ഞോ ഇതൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല. ഇതുപോലെ നമ്മൾ വർഷത്തിലെങ്ങാനും പ്രാർത്ഥിക്കുമ്പോ കർത്താവേ നിനക്ക് എന്നോട് കരുണയില്ലയോ കരുണയില്ലയോ, അപ്പൊ കർത്താവ് കരുണയ്ക്കോ ഇയാളാരാ എവിടുന്ന? കാരണം വല്ലപ്പോഴും ഉള്ള പോക്കാണ്. മനസ്സിലായവർക്ക് കർത്താവ് ഒരു സ്തോത്രം. അപ്പൊ പ്രിയനായി മാറാനുള്ള ഇന്റിമസിയിലോട്ടൊന്ന് വന്നാൽ ഹല്ലേലൂയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അടിയന്തര ഇടപാടുണ്ട്. ഉലപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ, ഞാനിത് പറയുന്നത് മറ്റൊരു റലത്തെ കുറിച്ചാണ്. മറ്റൊരു റലത്തെ കുറിച്ചാണ്. നീ അനുഭവിക്കുന്ന സ്ട്രെസ്, ഭാരങ്ങൾ, അതൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ, ആ അനുഭവത്തിലേക്ക് അത് ലഭ്യമാകണമെങ്കിൽ ദൈവമായിട്ടുള്ള നല്ലൊരു ഇന്റിമസി നമ്മുടെ അകത്തുണ്ടായേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, പണ്ട് കാലത്ത് ഇന്നത്തെക്കാൾ കൂടുതൽ നമ്മളൊക്കെ അനുഭവിച്ചതിനേക്കാളൊക്കെ കൂടുതൽ ദൈവ സാന്നിധ്യം പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ അനുഭവിക്കുമായിരുന്നു. എനിക്കത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുപോയത് എന്റെ വഴികളെ ഞാൻ ഇസ്രായേൽ മക്കൾ, എന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും എന്റെ വഴിയെ ഞാൻ മോശെ അറിയിച്ചെന്ന്. എല്ലാ ദിവസവും രാവിലെ പറയും, മോശെ സഞ്ചരിച്ച്, മോശെ റൈറ്റ് പോ, മോശെ ലെഫ്റ്റ് പോ, മോശെ സ്ട്രേറ്റ് പോ, മോശെ പാറയിക്കോട്ടെ, മോശെ വടിയെടുക്ക, മോശെ കൽപ്പിക്ക. ഇങ്ങനെ ഓരോ ദിവസവും എനിക്കറിയത്തില്ല എന്നാ കർത്താവിന്റെ ശബ്ദം കേട്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇത് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത, അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്ത, സ്നാനപ്പെട്ടിട്ടില്ലാത്ത, മറുഭാഷ പറഞ്ഞിട്ടില്ലാത്തവരോട് ദൈവം ഇന്നും സംസാരിക്കുമായിരുന്നു. നമ്മൾ സ്നാനപ്പെട്ടു അന്യഭാഷ പറയുന്നുണ്ട് രക്തത്താലം ചെയ്ത്. ഇപ്പൊ സുഖമായതുകൊണ്ടാകുമ്പോ പറയാത്ത സ്തോത്രം സ്തോത്രം. കാരണം ഒറ്റയ്ക്ക് എന്ന് പറയണമല്ലോ രക്തത്താലം. ചർച്ചാണെങ്കിൽ ആ പാട്ടിന്റെ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറും. ആ കൃപ നല്ല പറയുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ അതിനകത്ത് വരുമ്പോ വേറെ ലെവലോട്ട് പോരും. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ സംസാരമോ ശബ്ദമോ കേൾക്കുന്നില്ല. കാരണം എന്താ? നമുക്ക് ആ ഇന്റിമസി വന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. തന്റെ പ്രിയനോ, ആ പ്രിയ കുടുംബങ്ങൾ പണിയുന്നത് തമ്പുരാനായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ സ്തുതിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പലർക്കും പ്രിയനായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പ്രിയൻ ലാസറിനെ കുറിച്ച് പറയുന്നത് പ്രിയൻ എന്നാ. ബൈബിളിനകത്ത് ലാസറിനെ കുറിച്ച് മാത്രമല്ല, ഇസ്രായേൽ യാക്കോബിനെ കുറിച്ച് പറയുന്നത് പ്രിയൻ എന്നാ. അതിനേക്കാളൊക്കെ അത്ഭുതകരമായിട്ടൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. പേര് ദാനിയേൽ എന്നാ. പ്രിയ പുരുഷനായ ദാനിയേലേ. അപ്പൊ പ്രിയനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് നമ്മുടെ ഗ്രഹം പണിയും. സ്തോത്രം. പ്രിയനാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗം, ഞാൻ പ്രിയനാകാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത വന്നാൽ പ്രിയനായവനിൽ എന്തെല്ലാം ഉണ്ട് എന്നറിഞ്ഞാൽ മതി. സ്തോത്രം. എന്നെ ഞെട്ടിച്ച ഒരു മനുഷ്യന്റെ പേരാ ദാനിയേൽ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാല്. ദാനിയേൽ പ്രവചനം ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞ് പ്രസംഗത്തിന് വേണ്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം. പക്ഷെ അന്നൊന്നും ഞാൻ ദാനിയേലിനെ കുറിച്ച് പഠിച്ചില്ല കേട്ടോ. ദാനിയേലിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഇയാള് പ്രവചനത്തെക്കാൾ ടോപ്പാണ്. ഭയങ്കരമായൊരു മനുഷ്യൻ. ഇന്ന് ഞെട്ടിച്ചൊരു 4 ക്വാളിറ്റി പറയാം. ഈ പ്രിയനായാൽ കൊള്ളാന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ പ്രസംഗത്തിന്റെ പിന്നിൽ കാണുമായിരിക്കും. എനിക്കൊന്നും അയാൾ കൊള്ളാന്നുണ്ട്, എന്നാൽ കർത്താവിന്റെ ഗ്രഹം പണിയുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയനാകാനുള്ള ആഗ്രഹത്തിന് വേണ്ടി 4 കാര്യങ്ങൾ ഈ ദാനിയേലിനുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞിട്ട് വേഗം നമുക്ക് ഇതിലേക്ക് ഓടി വരാം. ഒന്നെന്നെ ഞെട്ടിച്ചൊരു കാര്യം, പുള്ളി പ്രവാസത്തിലോട്ട് പോവാണ്. BC 606 നെബൂഖദ്നേസർ ഇങ്ങനെ കൈ വിലങ്ങ് വെച്ചുകൊണ്ട് പോവാ. ഇങ്ങോട്ട് നോക്കൂ, കൈ വിലങ്ങൊക്കെ വെച്ച് ഇങ്ങനെ നീളക്കുപ്പായ വെക്കിട്ട് ഇങ്ങനെ കുറെ പേര് കൊണ്ടുവന്ന കൂട്ടത്തിൽ ചന്ദ്രക്കും മേശക്ക് അഭേദനക്കോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് പ്രവാസത്തിൽ പോകുമ്പോ ഒന്നും സ്വന്തമായിട്ടില്ല. അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോ മനസ്സിനകത്തുണ്ടാകുന്ന അതോ ഇവർ ജീവിപ്പിക്കോ അറിയത്തില്ല. അടിമകളായിട്ട് കൊണ്ടുപോകില്ലയോ. അപ്പൊ അതുകൊണ്ട് കൊല്ലുവോ തിന്നുവോ ഇവര് അറിയത്തില്ല. ഇങ്ങനെ ഭാരപ്പെട്ടു പോകുമ്പോ അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന ചിന്തയമേ എവിടാണോ കിടക്കാൻ സ്ഥലം തരുമെന്ന് അറിയത്തില്ല. ദൈവമേ ഉടുക്കാൻ വസ്ത്രം തരുമെന്ന് അറിയത്തില്ല. ദൈവമേ കഴിക്കാൻ ഭക്ഷണം. ഇതൊക്കെയാ ചിന്ത അടിസ്ഥാനപരമായിട്ട്. അല്ലെങ്കിൽ അവിടെ ചെന്നോടനെ ഞാൻ അവിടെ കൊട്ടാരത്തിൽ വലിയ ജോലി, അതൊന്നുമല്ല. പിടിച്ചോണ്ട് പോകുന്ന ഇവർ കൊല്ലുവോ, ജീവിപ്പിച്ച കൂട്ടുമല്ല തരുവോ, അടിമപ്പണിയായിരിക്കും ഇല്ലയോ, ഇങ്ങനെ ചിന്തിച്ചായിരിക്കും പോകുന്നത്. എന്തോ കഴിക്കാൻ പറ്റും, എന്തോ കിട്ടും എന്ന് ചിന്തിച്ചു പോയ ദാനിയേലിന്റെ മുമ്പിൽ കിട്ടിയ ഭക്ഷണം കേൾക്കണോ? രാജകീയ ഭക്ഷണം കിട്ടിയെന്നാണ്. എന്ത് കുപ്പൂസ് കിട്ടുമോ എന്ന് ചിന്തിച്ചു പോയവന്റെ മുമ്പിൽ കിട്ടിയത് രാജാവിന്റെ ഭക്ഷണമാണ്. നമ്മളാണെങ്കിൽ അടുത്ത ആഴ്ച സാക്ഷ്യം പറയും. പ്രിയരെ, നിങ്ങൾക്കറിയാമോ, പ്രവാസത്തിലോട്ട് ഞാൻ പോകുമ്പോൾ ആത്മാവിൽ ജാഗരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് വഴി തുറക്കണേ, ഞാൻ ആത്മാവിൽ ജാഗരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, ആ ജാഗരണത്തിന്റെ ഫലമായിട്ട് കർത്താവ് എനിക്ക് രാജാവിന്റെ ഭക്ഷണം തന്നു. നമ്മളാണ് വിചാരിച്ച സാക്ഷ്യം പറഞ്ഞ തകർത്തേനെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഈ മനുഷ്യൻ പറയാണ്, രാജാവിന്റെ ഭക്ഷണം കൊണ്ടുവന്ന ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ പൊന്നു പ്രിയരെ, ഞങ്ങൾക്ക് രാജാവിന്റെ ഭക്ഷണം വേണ്ട. രാജാവിന്റെ ഭക്ഷണം വേണ്ട. പ്രവാസ നാട്ടിൽ ഇനി ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ ഇനി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ടും അത് വേണ്ടെന്ന് വെക്കാനുള്ള നിലപാട് കണ്ടു.
അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, പാസ്റ്റർ നനിയല്ല നിങ്ങളുടെ പേര് മാറ്റിയല്ലോ, അപ്പൊ നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ, വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ല പേര് മാറ്റിക്കോട്ടെ, കുഴപ്പമില്ല, കാരണം ഞങ്ങളുടെ പേര് ഞങ്ങളല്ല വിളിക്കുന്നത്, അവരല്ലേ വിളിക്കുന്നത്. അവർക്ക് വിളിക്കാൻ പറ്റുന്ന പേര് വിളിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പേര് മാറ്റിയപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല, ഞാൻ പറഞ്ഞു വിളിച്ചോ, സാബു എന്ന് വിളിക്കണോ, ആയിക്കോട്ടെ, ബാബു ആയിക്കോട്ടെ, കുഞ്ഞുമോനെന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ള പേര് വിളിച്ചോ. വസ്ത്രം മാറ്റി, കുറെ കഴിഞ്ഞപ്പോ വസ്ത്രം മാറ്റി, നീളക്കുപ്പായ മാറ്റി, പറഞ്ഞ വീത് ഭാരപ്പാടത്തില്ല, വേറെ ചെറിയ വസ്ത്രം, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, ഇനി ഞങ്ങൾ ഇതിടുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ തരുന്ന വസ്ത്രം ഞങ്ങൾ ഇട്ടോളാം, നോ പ്രോബ്ലം, നിങ്ങളെ ബാധിക്കുന്നില്ല. രണ്ട് കാര്യം ചേഞ്ച് ചെയ്തപ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ ആ ലാക്കിൽ ഭക്ഷണം കൊണ്ടുവന്നു. അപ്പൊ പറഞ്ഞു നോ, ഇത് വേണ്ട, ഇത് വേണ്ട. അപ്പൊ ചോദിച്ചു പേര് മാറ്റിയപ്പോൾ പ്രതികരിച്ചില്ലല്ലോ, ഇല്ല, കാരണം ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നില്ല. വസ്ത്രം മാറ്റിയപ്പോൾ പ്രതികരിച്ചില്ലല്ലോ, ഇല്ല, ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നില്ല. ഫുഡിന്റെ കാര്യം മാത്രം എന്താ പ്രതികരിക്കുന്നത്? ഈ ഫുഡ് കഴിച്ചാൽ ഗുണം നിങ്ങൾക്കല്ല, അതിന്റെ ഗുണം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, അശുദ്ധരാക്കത്തില്ല. തീരുമാനം കണ്ടോ? ആ പ്രവാസത്തിൽ ഞങ്ങൾക്കിത്, അയ്യോ, ഞാൻ ചിന്തിക്കുന്ന എന്റെ പ്രിയരെ, ഈ നെബൂഖദ്നേസർ നടന്നു പോകുമ്പോ പുള്ളി ഓട്ടക്കണ്ടിട്ട് നോക്കിക്കാണ് യുവമാരെ, ഈ ദാനിയേലിലേക്ക് ഓട്ടക്കണ്ട്, എന്റെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞവനു അതാരാ? ഈ വാങ്ങിച്ചടിക്കുന്ന 1000 പേരെക്കാൾ ഇഷ്ടം ഇത് വാങ്ങത്തില്ലെന്ന് പറഞ്ഞവനെ കണ്ടാൽ അവൻ ആരാണ്? സ്വാഭാവികമായിട്ട് അങ്ങനെ നിലപാടുകളുണ്ടോ, നീ വ്യത്യസ്തനായിരിക്കും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കരമുയർത്തി ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അല്ലോ ഇനി വേണ്ടെന്ന് പറയും. ഇത് രണ്ടാമത്തെ കാര്യം കേൾക്കണോ? അടുത്തൊരു ക്വാളിറ്റി പറയാമേ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നെബൂഖദ്നേസർ വലിയൊരു സ്വപ്നം കണ്ടു, ഒരു ബിംബം കണ്ടു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചു. എന്നെ അത് ഞെട്ടിച്ചൊരു കാര്യമാണ് കേട്ടോ, സ്തോത്രം. അതോട് ഞാൻ പറയാം. മന്ത്രവാദികൾ വന്നു, ശകനവാദികൾ വന്നു, അവരെല്ലാം വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇല്ല ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് നടക്കുന്ന കാര്യമല്ല. അവസാനം കറങ്ങിക്കുത്തി ദാനിയേൽ വന്നു. ദാനിയേൽ ചെയ്ത കാര്യം കേൾക്കണോ? ഇതിന് ആൻസർ പറയാം, പക്ഷെ എനിക്കൊരു പ്രയർ വേണം, പ്രയർ. അതിന് ചെയ്ത കാര്യം, ശദ്രക്കും മേശക്കും അബേദ്നെഗോ ആ പ്രവാസ നാട്ടിൽ പുള്ളി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ പുള്ളി പ്രാർത്ഥനയ്ക്കൊരു കണക്ഷൻ ഉണ്ടാക്കി. സ്തോത്രം. ആ എത്രയോ പേര് വന്നത്, അതിനകത്ത് ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോ ഇവരെ പിടിച്ചിട്ട് ഒരു ഇന്റർസെസറി പ്രയർ പ്രാർത്ഥിക്കത്തക്ക നിലയിൽ ഗ്രൂപ്പ്, പ്രശ്നത്തിനും സൊല്യൂഷൻ പ്രാർത്ഥനയിലാണെന്ന് തിരിച്ചറിയുന്ന ആളാണ്. പ്രിയനാകാൻ ആഗ്രഹിക്കുന്ന ആളാണോ നീ? പ്രിയനാണോ? പ്രിയനാകാൻ ആഗ്രഹിക്കുന്ന ആളാണോ നീ? അങ്ങനെ ആകണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം നല്ലൊരു പ്രയർ ഗ്രൂപ്പ്, നല്ലൊരു പ്രാർത്ഥനാ സപ്പോർട്ട്, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടോ? അതൊക്കെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും. രക്തത്താല് ചെയ്യും. നോക്കൂ, ഈ മനുഷ്യൻ വന്നിട്ട് ആ സ്വപ്നത്തിന്റെ കൃത്യമായ സ്വപ്നവും അർത്ഥവും പറഞ്ഞു ഞെട്ടിച്ചു. ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, അതോടെ പറഞ്ഞിട്ട് ഞാൻ വരാം. അവിടെ മന്ത്രവാദികൾ, ശകുനവാദികൾ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യജമാനനെ ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, ജഡവാസികളായവർക്കൊന്നും ഇത് കഴിയത്തില്ല. എന്നോട് നിങ്ങളുണ്ടോ? ആ വാക്ക് നിങ്ങൾ കേട്ടോ? സ്തോത്രം. യജമാനെ ഞങ്ങൾക്ക് കഴിയത്തില്ലെന്ന് മാത്രമല്ല, ഇത് ജഡവാസികളായിട്ടുള്ളവർക്ക് ആർക്കും പറ്റില്ല. ജഡവാസി, ജഡത്തിൽ വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വസിക്കുന്നവർക്ക് സാധ്യമാകത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണ് ദാനിയേൽ ചെയ്തത്, അല്ലെങ്കിൽ ദാനിയേൽ വെളിപ്പെടുത്തിയത്. അതിനർത്ഥം ആ മനുഷ്യൻ ആ പ്രവാസത്തിൽ ജീവിച്ചത് ജഡത്തിലാണെങ്കിലും ഒരു ജഡവാസിയെ പോലല്ല. ആ പ്രവാസത്തിലും അയാൾ ജീവിച്ചത് അസാധാരണ ആത്മമണ്ഡലത്തിലാണ്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയിൽ ജഡത്തിലാ സഞ്ചരിക്കുന്നെങ്കിലും ആ മനുഷ്യൻ ജീവിക്കുന്നത് ജഡത്തിലല്ല, അസാധാരണ ആത്മമണ്ഡലത്തിലാ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇല്ല, ജഡവാസികൾക്ക് പറ്റില്ല, ജഡവാസികൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞത് ദാനിയേൽ ചെയ്തെങ്കിൽ അതിനർത്ഥം ആ മനുഷ്യൻ ആ പ്രവാസത്തിൽ ജീവിച്ചത് മറ്റൊരു റലത്തില. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. എങ്ങനെ ജീവിക്കാം? മൂന്നാമത് മറ്റൊരു പ്രത്യേകതയുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗം മൂടി. എന്നെ അത്ഭുതപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊരു സംസാരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രസംഗമായിട്ട് കാണണ്ട, ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാൻ കർത്താവ് എനിക്ക് നൽകിയ നിയോഗം, അതുകൊണ്ട് പറയുകയാണ്. ബെൽഷസ്സർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കാണുന്ന സമയത്ത് മെന്നെ തെക്കൽ ഓർഫസി എന്ന് പറഞ്ഞിരിക്കുന്ന എഴുത്ത് കണ്ടപ്പോൾ അരയുടെ ഏപ്പാട് അർത്ഥം പറയാൻ ആൾക്കാരെ വിളിച്ചു, ആരും വന്നില്ല. അവസാനം കറങ്ങിക്കൊത്തി നേരെ ദാനിയേൽ വന്നിട്ട് പറഞ്ഞു, യജമാനനെ അർത്ഥം ഇതാണ്, സ്വപ്നം ഇതാണ്, അർത്ഥം നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അയാളെ ഞെട്ടിപ്പോയി.
ഞെട്ടിപ്പോയെങ്കിലും അയാൾ അവന് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. രാജാവിന്റെ സമ്മാനം എന്ന് പറഞ്ഞത് തോരന്റെ മോരൊന്നുമല്ല, രാജാവാണ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? രാജാവ് കൊടുത്താൽ ശ്രേഷ്ഠമായിരിക്കും. സ്തോത്രം. രാജാവിന്റെ ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഈ അലക്സാണ്ടർ ചക്രവർത്തി കാലഘട്ടത്തിൽ നടന്നൊരു സംഭവ കഥ ഞാൻ കഴിഞ്ഞിടയ്ക്കൊന്ന് വായിച്ചായിരുന്നു. അതിങ്ങനെയാണ് ആ സംഭവ കഥ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു യാചകനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചു പോകുന്ന സമയത്ത് വഴി സൈഡിൽ ഒരു ചോരക്കുഞ്ഞിനെ കെട്ടിപ്പോലും. ആ കുഞ്ഞിനെ അയാൾ എടുത്ത് വളർത്തി. പെൺകുഞ്ഞായിരുന്നു. 22 വയസ്സുവരെ ആ കുഞ്ഞിനെ വളർത്തിയതിനു ശേഷം അയാൾക്ക് മനസ്സിലായി തന്റെ ഈ കൊച്ചു കൂരയിൽ ഈ കുഞ്ഞ് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ആ കുഞ്ഞിനെ വിവാഹമായിട്ട് അയക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അയാൾ തീരുമാനിച്ചു. പക്ഷേ ഈ ഭിക്ഷ അയച്ചു വരുന്ന മനുഷ്യന് നിങ്ങൾക്കറിയാമല്ലോ, വരുമാനമില്ല. അപ്പൊ അദ്ദേഹം ഒരു ദിവസം അയാളുടെ അകത്തൊരു ചിന്ത വന്നു, ഞാൻ എന്തിനെ ഭാരപ്പെടുന്നു? അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ഭരിക്കുന്ന രാജ്യത്തെ ആളല്ലേ ഞാൻ. എന്റെ രാജാവിനോട് ചെന്ന് സങ്കടം പറഞ്ഞാൽ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ വരുമെന്ന് അയാൾ ചിന്തിച്ചു. അയാൾ ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിൽ പോയി. ഞാൻ വായിച്ചൊരു സംഭവ കഥയാണ്. തിരുമേനി ചോദിച്ചു, ആരെവിടെ, എന്തിനു വന്നു? അയാൾ കാര്യം, ഞാൻ യജമാനനെ ഒരു ഭിക്ഷക്കാരനായിരുന്നു, യാചകനാണ് ഞാൻ. ഇത് എടുത്തു പോകുന്ന വഴിക്ക് ഒരു ചോരക്കുഞ്ഞിനെ കിട്ടി. ഞാൻ ഈ യാചകനായ മനുഷ്യൻ എനിക്ക് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കുഞ്ഞിനെ വളർത്തി. ഇപ്പൊ അവർക്ക് 22 വയസ്സുണ്ട്. എനിക്കതിനെ സുരക്ഷിതമായ ഒരു കരുത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് യജമാൻ എന്നെ സഹായിക്കണം. കാര്യങ്ങൾ ജനുവിനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മനുഷ്യൻ, ഈ രാജാവ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് കലവറയ്ക്കകത്ത് പോയി, നിലവറയ്ക്കകത്ത് പോയെന്നാണ് ഞാൻ വായിച്ചത്. നിലവറയ്ക്കകത്തോട്ട് പോയപ്പോൾ യാചകനായ മനുഷ്യന്റെ കണ്ണ് മഞ്ഞൊളിച്ചു. കാരണം സ്വർണ്ണ നാണയങ്ങൾ, ആഭരണങ്ങൾ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു. സ്തോത്രം. ഞെട്ടിപ്പോയി മനുഷ്യൻ. അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭിക്ഷ അയച്ച് എടുക്കുമ്പോ അതിനുവേണ്ടി കൊണ്ടുവന്നൊരു പുതപ്പുണ്ടെന്ന് പറഞ്ഞു. ആ പുതപ്പ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്തോട്ട് 1 പിടി സ്വർണ്ണ നാണയം എടുത്ത് ഈ രാജാവ് ഇയാളുടെ പുതപ്പിനകത്തിട്ട് ഇട്ടു. പെട്ടെന്ന് ഈ പുതപ്പെല്ലാം വാരിക്കൂട്ടി ഇയാൾ പോകാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറഞ്ഞു, നിക്ക്, പോകരുത് അവിടെ. അയാൾ അവിടെ നിന്നു. വീണ്ടും 1 പിടി സ്വർണം കൂടെ എടുത്തിട്ട് പോലും. അപ്പൊ അയാൾ കരയാൻ തുടങ്ങി, വേണ്ട, എനിക്ക് ഇത്രയും വേണ്ട. ഇത് ചുരുട്ടിക്കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പറഞ്ഞു, നിക്ക്, പോകല്ലേ, അവിടെ നിക്ക്. 1 പിടി സ്വർണം എടുത്ത് അതിനൊക്കെ തൊട്ടിട്ട് കെട്ടിക്കൊടുത്ത് പറഞ്ഞു, ഇനി പൊക്കോ, നിന്റെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ, പരിഹാരം ഉണ്ടാവും. പക്ഷെ അയാൾ പോയില്ല. യാചകൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എനിക്ക് ഇത്രയും വേണ്ട. അയാൾ കണ്ടിട്ടില്ല ഇത്രയും സ്വർണ്ണ നാണയം. അയാൾ കരയാൻ തുടങ്ങി, എനിക്ക് ഇത്രയും വേണ്ട, ഞാൻ പോകത്തില്ല, എനിക്ക് ഇത്രയും വേണ്ട. അയാൾ തിരുമേനി പറഞ്ഞെന്നാണ് പറയുന്നത്, നിനക്ക് ഇത്രയും വേണ്ട എന്നത് എനിക്കറിയാം, നിന്റെ ആവശ്യത്തിന് ഇത്രയും വേണ്ട, അത് കൂടുതൽ എനിക്കറിയാം. പക്ഷേ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും നിന്നോട്, അലക്സാണ്ടർ ചക്രവർത്തി കൊട്ടാരത്തിൽ ചെന്ന് നിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നിനക്ക് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ 2 വെള്ളിക്കാശ് തന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചിൽ നിനക്കല്ല, എനിക്കാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. ഞാൻ തരുമ്പോൾ കൊടുക്കുന്നവന്റെ സ്റ്റാൻഡേർഡാ, വാങ്ങുന്നവന്റെ സ്റ്റാൻഡേർഡ് അല്ല. നമ്മളൊക്കെ ഒത്തിരി കാര്യം പഠിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വാങ്ങുന്നവന്റെ സ്റ്റാൻഡേർഡ് നോക്കിയാണ് കൊടുക്കാറുള്ളത്. ലോക്കൽ പാസ്റ്റർ ആണെങ്കിൽ 500 രൂപ, സെൻട്രൽ പാസ്റ്റർ ആണെങ്കിൽ 1000 രൂപ, കൗൺസിൽ മെമ്പർ ആണെങ്കിൽ 1500 രൂപ, ഓവർസർ ആണെങ്കിൽ 5000 രൂപ. വാങ്ങുന്നവന്റെ സ്റ്റാൻഡേർഡാ അല്ല, എപ്പോഴും കൊടുക്കുന്നവന്റെ സ്റ്റാൻഡേർഡാ ഇമ്പോർട്ടന്റ്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നീ ഇവിടുന്ന് ചെല്ലുമ്പോ നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചിട്ട് 2 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് നിനക്കല്ല, എനിക്കാണ്. നീ കൊണ്ടുപോക്കോ, ഇത് എനിക്കറിയാം നിനക്ക് ഇത്ര വേണ്ടെന്ന്. പക്ഷേ സ്റ്റാൻഡേർഡ് എന്റെയാ. ഇപ്പോ ഒരു സാധാരണ രാജ്യം ഭരിക്കുന്നവന്റെ ക്വാളിറ്റി അത്ര ഉന്നതമാണെങ്കിൽ സൈന്യാധിപൻ, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ നേതാവ്, ഉന്നതനായ തമ്പുരാൻ, സപ്തസാഗരത്തിന്റെ പഞ്ചസാര മണൽ കൊണ്ട് അതിൽ നിശ്ചയിച്ചവൻ, ഭൂമിയിലെ ിക്കുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകളെ തുലാസിന്മേൽ തൂക്കുന്ന തമ്പുരാൻ തരാൻ തുടങ്ങിയ തമ്പുരാന്റെ കരുതൽ എത്ര ഉന്നതമാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന കരം ജ്യോതി ഹല്ലേലൂയ പറയുന്നു. എനിവേ, ബേൽശസ്സർ രാജാവ് പറഞ്ഞു, നിനക്ക് സമ്മാനങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഞെട്ടിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ പ്രിയരെ, എനിക്കറിയില്ല ഏലപ്പാറയാണ് ആ സ്ഥലത്തെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. ഞാൻ പലപ്പോഴും വ്യാകുലപ്പെടാറുണ്ട് ആ കാര്യം ഓർക്കുമ്പോ. ഇയാളെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേൾക്കണം, തിരുമേനി ദാനങ്ങൾ തിരുമേനിക്ക് ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്താലും എനിക്ക് വേണ്ട. രാജാവിന്റെ സമ്മാനം വേണ്ടാന്ന്, രാജാവിന്റെ ഭക്ഷണം വേണ്ടാന്ന്, രാജാവിന്റെ ദാനങ്ങൾ വേണ്ടെന്ന് പ്രവാസി കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ അയാൾക്ക് വേണ്ടാത്തത്, എന്തുകൊണ്ട് വേണ്ട? അപ്പൊ അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അയാള് ജഡവാസി അല്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ജഡത്തിലല്ലായിരുന്നു എന്നർത്ഥമല്ല. ജഡത്തിലാണെങ്കിലും ചിന്തകൾ ജഡത്തിൻ്റെതല്ല. സമ്മാനം എനിക്ക് വേണ്ട, ഭക്ഷണം വേണ്ട, മറ്റൊരു റലം തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രിയനാണോ, പ്രിയനാകണോ, പ്രിയനായി മാറണോ, തലം മാറണം, ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കണം. റംസിയ അദർശനാദിയ ഉടാബ ശംദർശനാദി. കഴിഞ്ഞിടയ്ക്ക് കൊരിന്ത്യലേഖനം വായിച്ചപ്പോൾ ഞെട്ടിച്ചൊരു വാക്യോട് ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഞെട്ടിച്ച എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് എന്റെ കോമൺ വേർഡ് അല്ല കേട്ടോ. ചില വാക്യങ്ങൾ ചില സമയത്ത് നമ്മൾ അസാധാരണമായിട്ട് സ്പർശിക്കും. ഹോണസ്റ്റ്ലി ഞാൻ പറയേ, ബൈബിളൊക്കെ എത്രയോ വട്ടം വായിച്ചേക്കുന്നു, കൊരിന്ത്യലേഖനമൊക്കെ ഒരു 100 വട്ടം വായിച്ചു കാണും. പക്ഷെ അപ്പോഴൊന്നും സ്പർശിക്കാത്തൊരു കാര്യം ഈ കഴിഞ്ഞിടയ്ക്ക് വായിച്ചപ്പോ എന്നെ സ്പർശിച്ചു. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു,
ദൈവം എത്ര വളരുമാറാക്കിയ ദൈവം വളർത്തുന്നവന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. ദൈവം വളർത്തുക, ദൈവത്തിന്റെ ഏലപ്പാറക്കാരനായി എനിക്ക് 2 പിള്ളേരുണ്ട്, അബിയ ഏബൽ. ഒരുത്തി +2-ലും ഒരുത്തിന് 7ാം ക്ലാസ്സിലുമാ. അപ്പൊ അവരെ ഞാൻ വളർത്തിയപ്പോൾ അവർ കഴിഞ്ഞിലേക്ക് ആരോ പറയുന്നത് കേട്ടോ, അനീഷ് ബാസിന്റെ അതേ മലയാളം. എനിക്ക് കൊച്ചു മലയാളം അറിയത്തുള്ളൂ. അപ്പൊ എന്റെ കൊച്ചു മലയാളം അത് ഞാനല്ലേ വളർത്തുന്നത്, അപ്പൊ എന്റെ സ്റ്റാൻഡേർഡേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ വായിച്ച വാക്യം ദൈവം വളർത്തുമാറാക്കി, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാകുന്നുണ്ടോ? പ്രിയനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്യണം. റംസിയ ദൽഖമാനിയ ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിക്കകത്തും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ കരുത്തുള്ളവനായിരുന്നു ദാനിയേൽ. അതുകൊണ്ടാണ് പുരുഷനായ ദാനിയേലേ, അങ്ങനെ വാക്യം, പ്രിയനേ, എന്റെ പ്രിയ പുരുഷനെ, എന്റെ പ്രിയനെ, നീ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി പ്രിയനായവൻ എന്ന തലത്തിലേക്ക് വന്ന നിന്റെ ഗ്രഹകാര്യം തമ്പുരാനായിരിക്കും പണിയുന്നത്. മനസ്സിലായവർക്ക് കർത്താവ് ഒരു സ്തോത്രം ചെയ്യുന്നു. ചേർന്ന് ഒരുമിച്ച് കരമുയർത്തി ഹല്ലേലൂയ പറയണം. ഇസ്രായേൽ ഗ്രഹം പണിത് 2 പേരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, റാഹേൽ ലേയമാ. എനിക്ക് എത്ര പ്രവാസം വന്നറിയോ? എത്ര പ്രവാസം വന്നു, എത്ര യുദ്ധം വന്നു, എത്ര പരാജയം വന്നു. കാരണം എന്താ? റാഹേൽ ലേയ എന്നിവരല്ലയോ 2 ഗ്രഹം പണിതത്. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നെന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ പണിയപ്പെടാൻ തമ്പുരാന് കൊടുത്താൽ, ഞാൻ എന്റെ ഒരൊറ്റ കോടതിയോടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അത് 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 6:10. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് വാക്യം, 6:10. അവിടെ വാക്യം ഇങ്ങനെയാണ്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അയാൾ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസവും 3 നേരം എന്ത് ചെയ്തു? ദാനിയേൽ 6:10 അവിടെ പറയുന്നത് ഇന്നലെ ചെയ്ത പോലെ. അതൊക്കെ എന്റെ പ്രിയരെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, എനിക്കറിയത്തില്ല. അയാൾ മുമ്പ് ചെയ്ത പോലെ യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്നിട്ട് 3 വട്ടം പ്രാർത്ഥിച്ചു. അതിന് കാരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ. രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞെന്ന്. എന്താ രേഖ? പ്രാർത്ഥിക്കുന്നവനെ കൊല്ലും. എങ്ങനെ കൊല്ലും? സിംഹത്തിന്റെ ഗുഹയെ കൊണ്ടിടും. അപ്പൊ സിംഹത്തിന്റെ ഗുഹയെ കൊണ്ടിട്ടല്ല എന്ത് സംഭവിക്കും? അത് ദാനിയേൽ അറിയാം, കാരണം പുള്ളി കൊട്ടാരത്തിലുള്ള ആളാണ്. സിംഹത്തിന്റെ ഗുഹ എന്ന് പറയുന്നത് അങ്ങനെ ഒരു 10 കിലോമീറ്റർ ദൂരമൊന്നുമല്ല. സിംഹത്തിന്റെ ഗുഹ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന്. വാക്കിംഗ് ഡിസ്റ്റൻസ്. ഞാൻ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. സൗദിയിൽ പോയ സമയത്ത് ഒരിക്കലും എന്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ ഒരു ഖാലിദ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കൊട്ടാരത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. ഒരു 100-300 ഹെക്ടർ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ 2 കൊട്ടാരം അവിടെ ഉണ്ട്. ഒന്ന് മഡ് പാലസ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയൊരു പാലസ്, അല്ലാതെ ഒരു നോർമൽ പാലസ്. അപ്പൊ ഈ മഡ് പാലസിൽ നോക്കിയാൽ മൃഗങ്ങൾ ഇങ്ങനെ വിഹരിക്കുന്നത് കാണാം. അതിങ്ങനെ പെൻസിങ് അടിച്ചിട്ട് ഓരോ പെൻസിങ്ങിനകത്ത് ഇങ്ങനെ ഓരോ മൃഗങ്ങളാണ്, മാന്, പല മൃഗങ്ങൾ. അപ്പൊ അത് അവിടുത്തെ ഹോബിയാ. ഓക്കെ, നടന്നു പോകാനുള്ള ദൂരമേ കൊട്ടാരത്തിനുള്ളൂ. ഇതുപോലെ തന്നെയാണ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമൊന്നുമല്ല, വാക്കിംഗ് ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് ദാനിയേല് സിംഹത്തിന്റെ ഗുഹയിൽ കിടക്കുമ്പോൾ ഡാരിയാവേശ് രാജാവ് രാവിലെ ബന്ധപ്പെട്ട് ഗുഹാമുഖത്ത് എത്തിയെന്ന, രാവിലെ ഇരുട്ടുള്ളപ്പോൾ എത്തിയെന്ന. അത് വണ്ടി പിടിച്ചൊന്നുമല്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ സിംഹത്തിന്റെ ഗുഹയിൽ ഒരാൾ വീണാൽ എന്ത് സംഭവിക്കുമെന്ന് ദാനിയേലിന് അറിയാം. അതാണ് എന്റെ ചിന്ത. എന്ത് സംഭവിക്കും? വീഴുന്ന സമയത്ത് ഒരു കാർച്ച കേൾക്കാം, അയ്യോ എന്ന് പറഞ്ഞ്. താഴോട്ട് വരുമ്പോ പിന്നെ ആ സൗണ്ട് കുറയും. അയ്യോ എന്നുള്ള സൗണ്ട് കുറഞ്ഞു ഞരങ്ങിത്തീരും. കാരണം അപ്പോഴത്തേക്ക് മറ്റേ പുള്ളി കയറി പിടിക്കും. അയ്യോ എന്ന് പറഞ്ഞാൽ വീഴുന്നത് ഒറ്റ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സൗണ്ട് വരത്തില്ല. ചുരുക്കം പറഞ്ഞാൽ അലറി തുടങ്ങി അതോടുകൂടി തീരും എന്ന് ദാനിയേലിന് അറിയാം. അപ്പൊ മരണമാണെന്ന് അറിഞ്ഞിട്ട് പ്രാർത്ഥന മാറ്റിവെക്കാതെ 3 വട്ടം പ്രാർത്ഥിക്കണമെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് എന്നറിയോ? ഈ പ്രതിസന്ധിയുടെ ഉള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കരുത്തുള്ളവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഉറപ്പാണ്. മനസ്സിലാകുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഞാനത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ സിംഹത്തെ കുറിച്ചും അതിനകത്തുള്ള സിംഹത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞിടയ്ക്ക് എവിടെ പ്രസംഗിച്ച കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അതിനകത്ത് എത്ര സിംഹം ഉണ്ടായിരുന്നെന്ന്? കഴിഞ്ഞിടയ്ക്ക് ആരോ പറഞ്ഞു കേട്ട് 3 എണ്ണം ഉണ്ടായിരുന്നു. അല്ല, 3 എണ്ണമല്ല, 3 അല്ല, 30 അല്ല, 100 അല്ല എന്ന എന്റെ ചിന്ത. കാരണം ദാനിയേലിനെ പിടിച്ചു കയറ്റിയപ്പോ ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തിയ 122 പേരുണ്ട്. അവരുടെ ഭാര്യമാർ, ഒരാൾക്ക് ഒരു ഭാര്യ വെച്ചാണെങ്കിൽ 122 + 122 244. 2 പിള്ളേർ വെച്ചാണെങ്കിൽ വീണ്ടും 244. 500 പേര് കാണും. 500 പേരെയും കൊണ്ട് ഗുഹയ്ക്കകത്തിട്ടെന്ന വാക്യം. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടിട്ടു. ഇടാൻ പറ്റുന്ന ഗുഹ ഞങ്ങളുടെ ചർച്ചിനേക്കാൾ വലുത്. ഇത് ഞങ്ങളുടെ ചർച്ചൊക്കെ പറഞ്ഞാൽ മാക്സിമം 100-110 പേരിക്കുള്ള വന്നാൽ ഇത് തികയും. ഇത് പറ്റത്തില്ല. അപ്പൊ 500 പേര് കൊണ്ടങ്ങിട്ടെന്ന് 500 പേരെ ഇടാവുന്ന ഒരു ഓഡിറ്റോറിയത്തിന്റെ വലിപ്പമുള്ള സിംഹത്തിന്റെ ഗുഹ. ഇനി അടുത്ത കാര്യം കേൾക്കണം, കുഴി. അങ്ങോട്ട് ചെന്നപ്പോ അവര് താഴെ വീഴുന്നതിന് മുമ്പ് സിംഹങ്ങളെല്ലാം കൂടെ ചേർന്ന് അവരുടെ അസ്ഥികൾ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞെന്ന്.
സാകല കുഞ്ഞച്ഛന്റെയും തങ്കച്ചന്റെയും ഒക്കെ താഴെ വന്നില്ല. മക്കളൊക്കെ വരുന്നുള്ളൂ. KFC ഒക്കെ അടിച്ചിട്ട് ഇവരൊക്കെ ഇരിക്കുമായിരുന്നു. കുഴിമന്തിയൊക്കെ അടിച്ചിങ്ങനെ പെരുത്തിരിക്കുന്ന സമയത്താ പൊക്കി താഴോട്ടിട്ട്. നിങ്ങൾക്കറിയാമോ, ഇവന്മാരെല്ലാം കൂടെ താഴോട്ട് വരുന്നതിന് മുമ്പേ സിംഹങ്ങൾക്ക് ഒരു ഒറ്റപ്പിടിയാ പിടിച്ച് ഇവരുടെ എല്ലാ അസ്ഥിയെ തകർത്തു. നിങ്ങൾ പറ, 500 പേരുടെ മാംസം തിന്നാൻ 3 സിംഹം മതിയോ? ഇല്ല. 30 സിംഹത്തിന് പറ്റുമോ? ഇല്ല. ഒരു സിംഹം 5 പേരുടെ തിന്നാൽ തന്നെ 100 പേര് 500 അറ്റ്ലീസ്റ്റ് 100 സിംഹമെങ്കിലും വേണം. അത് എത്ര ഉണ്ടെന്ന് അവിടെ പറയുന്നില്ല, പക്ഷെ സിംഹങ്ങൾ എന്നാണ്. ഇതിനകത്ത് ഒരുത്തിന്റെ കൺട്രോൾ പോയി ഡാനിയൽ പീസാവും. ഡാനിയലിനെ പൊറോട്ട ഇരുന്നോലെ കീറും. പക്ഷേ അത്രയും സിംഹത്തിന്റെ വായ അടച്ചെന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ഉള്ളിലെ കോൺഫിഡൻസ് എത്ര ഭയങ്കരമാണ്. എന്റെ പ്രിയരേ, അതാ ഞാൻ പറഞ്ഞ, പണിയപ്പെടാൻ തമ്പുരാൻ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബാന്തരീക്ഷത്തെ പണിതെടുക്കാൻ ദൈവം തീരുമാനിച്ചാൽ, കർത്താവിന്റെ കരുത്തിലോട്ട് നീ കൊടുത്താൽ, നീ ചിന്തിക്കുന്നതിനപ്പുറമായ വമ്പൻ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിരിക്കും, നിന്റെ കുഞ്ഞുങ്ങൾക്കായി ചെയ്തിരിക്കും, നിന്റെ ശുശ്രൂഷയിൽ ചെയ്തിരിക്കും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒരു നല്ല സ്തോത്രമെങ്കിലും ഒന്ന് പറയണം. കാരണം ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആകട്ടെ, ഒരു വലിയ റിലാക്സേഷൻ വരട്ടെ, സമാധാനം വരട്ടെ. നീ പരാജയപ്പെട്ട് പോകത്തില്ല, നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല. ജർമ്മനി നിന്നെ ഉയർത്തുന്ന സ്ഥലമാണ്. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം ഉയർച്ച പ്രാപിക്കും. വിശ്വസിക്കൂ, നിന്റെ കുടുംബത്തെ പണിയാൻ തമ്പുരാന്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. അപ്പം നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആരാണ്? ലാസറാണ്. ആരും പറഞ്ഞിട്ടല്ല, അത് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ഇനി കേൾക്കണോ, ഈ ബഥാറ എന്ന് പറയുന്ന സ്ഥലത്താണ് യേശു വന്നുള്ളത്. ബഥാന്യക്ക് വരണം. ഏതാണ്ട് 3 യാത്ര 21 കിലോമീറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ നടന്നാൽ 1 മണിക്കൂറിൽ 7 മൈൽ കിലോമീറ്റർ നടക്കും എന്നാ പറയും. ഒരാൾ നോർമലി നടന്നാൽ ഒരു മനുഷ്യൻ 1 മണിക്കൂർ കൊണ്ട് 7 മൈൽ നടക്കും. എനിക്കത് മനസ്സിലാകും, ഞാൻ നടന്നിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ 3 മണിക്കൂർ കൊണ്ട് നടക്കാവുന്ന 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലമാണ് ബഥാന്യ. ബഥാറയിൽ നിന്നും ബഥാന്യക്ക് 3 മണിക്കൂർ മതി. 21 കിലോമീറ്റർ. യേശു വന്നില്ല. യേശു വരുമ്പോൾ 4-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാ വരും. ഏതാണ്ട് 73 hours 72 മണിക്കൂർ കഴിഞ്ഞു 73 വന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ താമസിച്ച കാര്യത്തെ കുറിച്ച് പഠിച്ചപ്പോ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. 72 മണിക്കൂർ കഴിയുമ്പോൾ ജൂയിഷ് കോൺസെപ്റ്റ് അനുസരിച്ച്, യഹൂദന്മാരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് 72 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ബോഡിയിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി, ഈ ബോഡിയൊക്കെ വിഘടിച്ച് ഇത് പാർട്സ് ആയി ഇനി ദൈവം വിചാരിച്ചാൽ ഒന്നും നടക്കാത്ത അവസ്ഥയിലേക്ക് ബോഡി വരും. അതാണ് 72 hours. 72 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ എന്തും നടക്കും. മാർത്ത പറയുന്നുണ്ട്, നാറ്റം വെച്ചു, 4 നാളായല്ലോ, നാറ്റം വെച്ചു. 3 ആയിരുന്നെങ്കിൽ ദാറ്റ്സ് ഓക്കെ, പക്ഷെ 4 ആയല്ലോ. 72 കഴിഞ്ഞു. അവരുടെ കോൺസെപ്റ്റിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല, ദൈവത്തിന് പോലും നടക്കത്തില്ല. പക്ഷെ യേശു വന്നപ്പോ 4-ാം ദിവസം ചോദിച്ചു, എവിടെ വെച്ചേക്കുന്നത്? കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോ എല്ലാവരും കരയുന്നു. യേശുവും കരഞ്ഞു, മാർത്ത കരഞ്ഞു, മറിയ കരഞ്ഞു, യഹൂദന്മാര് മൊത്തം കരഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ കരയുന്ന അവസ്ഥയിൽ തമ്പുരാൻ പറഞ്ഞു, കല്ല് മാറ്റുവീൻ. കല്ല് മാറ്റിയിട്ട് ഒരു വിളി വിളിക്കുന്നുണ്ട്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ചിന്ത ഡെഡാണ്, ഇനി നടക്കില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, എത്ര ഡെഡെന്ന് ചിന്തിച്ചതിനെയും ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവനാണ് നിന്റെ കുടുംബത്തെ പണിയുന്നത്. രക്തതാലിച്ചയം വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്വന്തം. ഇത് നടക്കില്ലെന്ന് ചിന്തിച്ചതിനെ ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ ദൂതോടെ കിടന്നോട്ടെ, ഒരു ദൂതോടെ കർത്താവ് പറയാണ്, ഇനി നടക്കില്ല, ഇത് ഡെഡാണ്, ഇത് തീർന്നതാണ് എന്ന് നീ ചിന്തിക്കുന്ന പലതും നിന്റെ കൂടാരത്തിനകത്ത് വന്ന് കേറും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഇതൊരു അത്ഭുതമായി സംഭവിക്കട്ടെ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇതൊരു റിസൾട്ടായി മാറട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ഇന്നുവരെ ഇനി കേറത്തില്ല. ഡെഡെന്ന് ചിന്തിച്ച പലതും എന്റെ തമ്പുരാൻ ഒരുക്കി പുതുക്കി കൊണ്ടുവരും. ഈ രാത്രി അത് ഉറപ്പോടെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. അവന്റെ കെട്ടഴിക്കാൻ പറഞ്ഞു. അവനെ കെട്ടഴിച്ചു. അവൻ പോകട്ടെ. അയാളെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്കറിയുമ്പോ ഞാന് ഈ ശവസംസ്കാര ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോ, യഹൂദന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പാണ്. ഈ നമ്മുടെ സഭാപ്രസംഗിയിൽ പറയുന്നൊരു പദമുണ്ട്, ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ട് നന്മ പ്രാപിച്ച് തൃപ്തനാകാതെയും
ഒരു നല്ല ശവസംസ്കാരം ലഭിക്കാതെ പോയാൽ ഗർഭമനസ്സിൽ പോയ പിണ്ടം അതിനേക്കാൾ നല്ലത് എന്നൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസെപ്റ്റിൽ ഏറ്റവും നല്ല ഒരു ഒരു ബഹുമതിയാണ് അടക്കം. നല്ലൊരു അടക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ ഗംഭീര അടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ സെല്ലിന് ചുറ്റും, ഈ ഗുഹയ്ക്ക് ചുറ്റും ഇങ്ങനെ തോരണം കെട്ടുമായിരുന്നു. തോരണങ്ങൾ ഇങ്ങനെ ഒരു അടക്കാരാധനയുടെ അടക്കത്തിന്റെ ഒരു രീതി, തോരണം. നിങ്ങൾ അടക്കത്തിന് കെട്ടിയ തോരണം അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് അടക്കപ്പെട്ടവനെ മടക്കിക്കൊണ്ടുവന്ന തമ്പുരാനെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. അടക്കാൻ വേണ്ടി കെട്ടിയ തോരണം അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് അടക്കപ്പെട്ടവൻ ആ തോരണത്തിനകത്തൂടെ പുറത്ത് ജീവങ്കിലേക്ക് വന്ന ഒരു അത്ഭുത സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിന്റെ ഗ്രഹം പണിയാൻ, നിന്റെ കുടുംബ തലമുറയുടെ ജീവിതം പണിയാൻ, സ്തോത്രം, നിന്റെ ബിസിനസിനെ പണിയാൻ, നിന്റെ ശുശ്രൂഷയെ പണിതെടുക്കാൻ ഇന്ന് രാത്രി തമ്പുരാനെ നീ അനുവദിച്ചാൽ നീ അത്ഭുതങ്ങൾ കാണും. റംസി മൽഖമാതനാദിയാന റീമാസി അന്തർജനാഥന പൂർണ്ണമായി തമ്പുരാന് വിട്ടുകൊടുത്താൽ അത്ഭുതങ്ങൾ കാണും, ദൈവപ്രവൃത്തികൾ കാണും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി യഹൂദന്മാർ പറഞ്ഞു 73 മണിക്കൂറായി നടക്കില്ല. കുടുംബക്കാർ പറഞ്ഞു നാറ്റം വെച്ചു, ഡെഡ് ഡെഡ് ഡെഡ്. പള്ളി വന്ന് പള്ളിക്കാർ രജിസ്റ്റർ എടുത്തിട്ട് വെട്ടി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഡെത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്. ഹിന്ദു ചിഹ്നം പോലെ, അപായ ചിഹ്നം പോലെ ആ മണ്ട തൊട്ട് താഴെ ഒരു ഒറ്റ വെട്ട്, കലാസ് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആ രേഖ തിരുത്തി എഴുതേണ്ടതായിട്ട് വന്നു. അയാൾ പുറത്തു വന്നു. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിങ്ങനാണ്, ലാസർ, യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ പന്തിക്കിരുന്നവരിൽ ഒരുത്തനായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതിന് മുമ്പത്തെ ബഥാന്യ അല്ല ഇപ്പോഴത്തെ ബഥാന്യ. കാരണം എന്താ? അവന് പ്രിയനായിരുന്നു. അതിന് കാരണം എന്താ? അവന് കുടുംബം. രാത്രി എന്റെ പ്രസംഗത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ എന്റെ പ്രിയരെ, എന്റെ പ്രാണനെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്തത് ആശ്വാസമാകട്ടെ, വിടുതലാകട്ടെ. ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു കപ്പിത്താൻ ഉണ്ട്. ആ കപ്പിത്താന്റെ കയ്യിൽ കാര്യങ്ങളൊന്ന് ഫലമേൽപ്പിച്ചാൽ മതി, നീ സ്വസ്ഥനായിരിക്കും. എന്റെ പ്രിയനോ, തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു, ഉറക്കത്തിൽ കൊടുക്കുന്നു, ഉറക്കത്തെ കൊടുക്കുന്നു. സമാധാനമായിട്ട് ഉറങ്ങാൻ, പ്രത്യാശയോടെ ഉറങ്ങാൻ, റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ. ആനന്ദകരമായൊരു ജീവിതം അല്ലെ? ആനന്ദകരമായൊരു ലൈഫ്, സന്തോഷകരമായൊരു ജീവിതം നമുക്കുണ്ടാകാൻ നമുക്ക് കർത്താവിന് എന്ന് ഫലമേൽപ്പിക്കാം. യഹോവ പണിയട്ടെ നമ്മുടെ കുടുംബങ്ങൾ. യഹോവയ്ക്ക് പ്രിയനായി മാറാം. നമുക്ക് നെഹമ്യാവിനെ പോലെ നമുക്ക് പ്രിയനായി മാറാം. ദാനിയേലിനെ പോലെ നമുക്ക് പ്രിയനായിട്ട് മാറാം. യോസഫിനെ പോലെ നമുക്കൊന്ന് പ്രിയനായിട്ട് മാറാം. കായോസിനെ പോലെ നമുക്കൊന്ന് പ്രിയനായിട്ട് മാറാം. പറയുന്നുണ്ട്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ പ്രിയ പദവിയിലേക്ക് നമുക്കൊന്ന് വരാം. അങ്ങനെ വന്നാൽ നിശ്ചയമായിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ പണി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ട് കർത്താവിൽ നമുക്കെന്ന് ആശ്രയിക്കാം. ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് രാവിലെ ഭാഗ്യമേറിയ വനിതയായിരുന്നെങ്കിൽ അന്ന് രാത്രി ഏറ്റവും ഭാഗ്യഹീനയായ ഒരു വനിതയായി മാറി, മണിക്കൂറുടെ വ്യത്യാസത്തിൽ. ഇത്ര ലോക പോലീസ് എന്നറിയപ്പെടുന്ന വമ്പൻ രാജ്യത്തിന്റെ പ്രസിഡന്റിന് പോലും ദൈവം സംരക്ഷിക്കുന്നില്ലെങ്കിൽ, സംരക്ഷണമില്ലെങ്കിൽ നമ്മൾ എത്ര സാധാരണക്കാരാണ്, നമ്മൾ എത്ര നിസാരന്മാരാണ്. അതുകൊണ്ട് പണിയാൻ കർത്താവിനെ ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ നമുക്ക് ഒന്നടച്ച് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയരെ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ കൊച്ച് നല്ല മെസ്സേജിനാണ് സ്തോത്രം. കർത്താവ് ഇതൊരു ലളിതമായ പ്രസംഗമാണ്. എല്ലാ സാധുക്കളായിട്ടുള്ളവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ ഒരു കൊച്ചു മെസ്സേജ് പറയാൻ കർത്താവിനെ ഗൈഡ് ചെയ്തല്ലോ. ഈ രാത്രിയിൽ, ഈ മിഡ് നൈറ്റ് ആണ് കർത്താവ്. ഈ സമയത്ത് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. എന്റെ 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 മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. ഷൈജി പാസ്റ്റർ, എന്റെ സഹധർമ്മിണി, വീട്ടിലുള്ള മറ്റു പ്രിയമുള്ളവർ, ദൈവമക്കൾ, പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരെയും ഞാൻ, ലിജോ, പാട്ട് പാടുന്ന ലിജോ, അങ്ങനെ എല്ലാവരെയും എന്റെ മനസ്സ് തുറന്ന് ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. എല്ലാ നന്മയ്ക്കായി കർത്താവ് തീർക്കണമേ. യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ.